നമുക്കിന്നേ വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറി തയ്യാറാക്കിയാലോ. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ നല്ല ക്രീമി ആയിട്ടുള്ളൊരു മുട്ടക്കറി. അപ്പോൾ വേഗം റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഗ്രേവിക്ക് വേണ്ടിയിട്ട് 3 സവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 3 പച്ചമുളക് എരിവുള്ളത്, അതുപോലെ കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 5-6 വെളുത്തുള്ളി കുറച്ച് വലുത് തന്നെ എടുത്തിട്ടുണ്ട്, അതും നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം, മുരിഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. ഞാനിവിടെ 3 പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള പച്ചമുളക് തന്നെയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവോള ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. സവോള കണ്ടോ, റൗണ്ടിൽ തിൻ സ്ലൈസസ് ആയിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തേക്കുന്നത്. ഇതും നല്ലതുപോലെ ഒന്ന് വഴന്നു വരട്ടെ, മുരിഞ്ഞു വരേണ്ട ആവശ്യമില്ല കേട്ടോ, ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ വഴണ്ടതിന് ശേഷം ഒരു മീഡിയം സൈസ് തക്കാളി വട്ടത്തിൽ സ്ലൈസായി തന്നെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഈ ഒരു ഇതിൽ കിടന്ന് തന്നെ നല്ലതുപോലെ കുക്കായിട്ട് വരണം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പാക്കറ്റ് പാലാണ് യൂസ് ചെയ്തേക്കുന്നത്. തേങ്ങാപ്പാലിനേലും ഈ ഒരു കറിക്ക് അതാണ് നല്ലത് കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തു. ഒന്ന് തിള വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ആഡ് ചെയ്യുന്നുണ്ട്. അത് ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ അളവിൽ ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഇപ്പം തന്നെ നമ്മുടെ കറിക്ക് നല്ല തിക്നെസ് വന്നിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ 4 കോഴിമുട്ടയാണ് എടുത്തേക്കുന്നത്. അത് പുഴുങ്ങി നടുവേ മുറിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ ഗ്രേവിയൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് നല്ലോണം ഇട്ട് കൊടുക്കാം.